ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കക്കുരു കൊണ്ടിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോണ റെസിപ്പി. ഈ പായസം ഉണ്ടാക്കാൻ ഒരു 40 ചക്കക്കുരുവോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആ ചുവന്ന മുരി എന്ന് പറഞ്ഞ സാധനമൊന്നും പോക്കാതെ കുറച്ച് പോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു 3 വിസിൽ വരണം കേട്ടോ ഈ ചക്കക്കുരു വേവണമെങ്കിൽ. നാളികേരപ്പാലിലാണ് ഞാൻ ഈ ചക്കക്കുരു പായസം ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു വലിയ തേങ്ങ ചിരകിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ച് പിഴിഞ്ഞിട്ട് 1-ാം പാല് മാറ്റി വയ്ക്കണം. ഒരു വെന്ത് ചൂടാറിയിട്ടുണ്ട്. അതിന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. വല്ലാതെ അങ്ങോട്ടൊരു പേസ്റ്റ് പോലെ ആവണ്ട, കുറച്ചൊരു തരിതരിപ്പോടൊക്കെ ആയിട്ട് അരച്ചെടുക്കുക. ചുവട് കട്ടിയുള്ള ഒരു ഉരുളിച്ചട്ടിയിലേക്കാണ് ഞാൻ ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കാൻ വെക്കണം. 5 ഇത്രയും വലുപ്പത്തിലുള്ള അച്ച ശർക്കരയാണ് ഞാനൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പാത്രത്തിൽ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അതൊന്ന് ഉരുകട്ടയപ്പോഴേക്കും ഈ 2-ാം പാലും അതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം കലക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കണം, മറ്റേ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. മധുരം നോക്കിയതിന് ശേഷം എനിക്കൊരു കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 6ാമതായിട്ട് ഒരാണി ശർക്കരയും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് ആ വെള്ളം ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഇപ്പം ചക്കേൻ്റെ സീസണാണല്ലോ. വീട്ടിലെ പ്ലാവിലെ ചക്ക മുഴുവൻ മുകളിൽ അതിനിട്ടുണ്ടായിരുന്നത്. അത് പഴുത്ത് വീണപ്പോൾ അതിൻ്റെ കുരു പെറുക്കിയെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചക്കപ്പായസം വെക്കുന്നത്. ഇപ്പോൾ നല്ലോണം ഒന്ന് തിളച്ചൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യം പിഴിഞ്ഞ് വെച്ച 1-ാം പാലുണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പായസം തിളച്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വറവ് ചേർത്തി കൊടുക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 അണ്ടിപ്പരിപ്പ് മുഴുവനെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. പിന്നെ കുറച്ച് മുന്തിരിയും ഒരു 5-8 അണ്ടിപ്പരിപ്പ് പീസാക്കിയിട്ട് അതൊക്കെ കൂടി ഒന്ന് വറുത്ത് കോരിയിട്ട് ഈ പായസത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്തും കൂടി ഇതിൽ ഒന്ന് വറുത്ത് മൂപ്പിച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെ അടിപൊളി ചക്കക്കുരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പായസം കഴിച്ചവർക്ക് ആർക്കും ഇതെന്ത് പായസമാണിത് പോലും പറയാൻ ചെല്ലിയ പഴംപ്രഥമനാണോ അടപ്രഥമനാണോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. അങ്ങനെ ഈ വെറുതെ കളയുന്ന ചക്കക്കുരു കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുതേ.